ഹേ ഗായ്സ്, പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് തോട്ട് പ്രോസസ് ചെയ്യൂലേ. അതായത് എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യൂലേ. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് നമ്മുടെ കലണ്ടറിൽ എത്ര മാസങ്ങൾക്കാണ് 30 ദിവസം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കാണിച്ചു തരാം. അതായത് നമ്മൾ ഫിസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇങ്ങനെ കാണിക്കും. അതിൽ ഈ ഡിപ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ദിവസത്തിനെക്കാട്ടും കുറവുള്ള മാസങ്ങളെയാണ് ഈ ഡിപ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും എത്ര മാസങ്ങൾക്കാണ് 30 ദിവസം ഉള്ളതെന്ന്. സപ്പോസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4, 5 അഞ്ചെണ്ണം അല്ലേ. അതിൽ അഞ്ചിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫെബ്രുവരിക്ക് നമുക്ക് 28, 29 ദിവസമുള്ളൂ, 30 ദിവസമില്ല. അപ്പൊ അത് അക്സെപ്റ്റ് ആയെങ്കിൽ നമുക്ക് എത്ര 4 മാസങ്ങൾക്കാണ് ഇതുള്ളത് നമ്മുടെ കലണ്ടറിൽ 30 ദിവസം ഉള്ളതെന്ന് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മളത് ഡയറക്റ്റ്ലി നമ്മളൊരു ന്യൂജൻ പിള്ളേരോട് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ജസ്റ്റ് എന്ത് ചെയ്യും, ഫോൺ എടുക്കും, ഏതെങ്കിലുമൊക്കെ ജിമിനി ആണെങ്കിൽ ജിമിനി, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ജി പി ടി ആണെങ്കിൽ ചാറ്റ് ജി പി ടി തുറക്കും, ജസ്റ്റ് ടൈപ്പ് ചെയ്യും, ആൻസർ അപ്പൊ തന്നെ നമുക്ക് കിട്ടും, ജസ്റ്റ് പറഞ്ഞു കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുവരെ മുഴുവനായിട്ട് പോയിട്ടില്ല, പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കൺസേൺ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, ക്രിയേറ്റീവ് എബിലിറ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മിസ് ഔട്ട് ആവാനുള്ള വളരെ വലിയൊരു ചാൻസ് ആണ് ഇനി അപ്കമിങ് ഡേയ്സിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഭീകരത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പോകും. കാരണം നമ്മളെ ബ്രെയിൻ ഒരിക്കലും ഒരു AI റീപ്ലേസ് ചെയ്യാൻ പാടില്ല അല്ലേ. അതായത് നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ്, നമ്മളെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്കത് AI ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് പറയാനാണെങ്കിൽ നമ്മളെ തലച്ചോറ് എന്തിനുള്ളതാ, നമുക്ക് വേസ്റ്റിലേക്ക് ഇടാൻ ഒരു ഇതായിട്ട് മാറുമല്ലോ. അതായത് നമ്മളെ ബ്രെയിൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളെ തലയിൽ AI കൊണ്ടുവയ്ക്കുന്നതിന് തുല്യമാണല്ലോ നമ്മളോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് ആൻസർ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചിന്തിക്കാനുള്ള ശേഷി നമ്മളെ ഡേ ബൈ ഡേ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതായത് സപ്പോസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളെ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും, അതായത് നമുക്ക് പണ്ടൊരു കഴിവുണ്ട്, ഓടാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം ഓടാതെ നമ്മൾ കുറേ അധികം ഫുഡും കഴിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്തിട്ടുള്ള എബിലിറ്റി, അതായത് നമ്മളെ മസിൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ ഡിക്രീസ് ചെയ്യും. അതായത് ഒരു 1-2 വർഷം നമ്മൾ ഓടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെയിം പേസ്, ആ ഒരു സെയിം സ്പീഡിൽ നമുക്ക് ഓടാൻ കഴിയുമോ? ഇല്ല. ഏതൊരു കാര്യമാണെങ്കിലും സപ്പോസ് നമ്മൾ ഒരു റണ്ണർ, അത്ലറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അവൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതും അവനത് കൺസിസ്റ്റന്റ് ആ ഒരു കാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊരു കാര്യം നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും, നമ്മൾ ചിന്താശേഷി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ചിന്തിക്കാനുള്ള കഴിവ് നമ്മളെ ഡേ ബൈ ഡേ നമ്മൾ ഇമാജിനറി പവർ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർഷം നമുക്ക് പിറകോട്ട് പോയേക്കാം. അതായത് പണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? അതായത് ഗുരുകുൽ സിസ്റ്റം ആയിരുന്നു. അതായത് വിദ്യാർത്ഥികൾ ഒരു ഗുരുവിന്റെ വീട്ടിൽ പോയിട്ട് ആ ഗുരു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഗുരു എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഓറൽ സ്റ്റോറീസ്. അതായത് ആ ഗുരുവിന്റെ വായെന്ന് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കേട്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു സമ്പ്രദായം പോയിരുന്നത്. അതായത് അവിടെ നമുക്ക് എന്തിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിന് എന്തിനൊക്കെയുള്ള ചാൻസ് കിട്ടും, വിഷ്വലൈസ് ചെയ്യാം. അതായത് ആ ഗുരു എന്താ പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഇമാജിനേറ്റീവ് പവറിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, വിഷ്വലൈസ് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാം. അതായത് ഒരു പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും നമുക്ക് മെമ്മറൈസ് ചെയ്യാം. അതായത് വേറെ ഒരു റിസോഴ്സസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വയം തിങ്കിങ് ചെയ്യും. എന്തൊക്കെയാണ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിബേറ്റ് നടക്കും. അതായത് നമ്മളെ മനസ്സിലുള്ള ചിന്തകളും ഗുരു പറഞ്ഞ ചിന്തകളും തമ്മിൽ നമ്മളൊരു ഡിബേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ നടക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ അത് പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്സ് വന്നു. അതായത് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ റിട്ടേൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വായിച്ച കാര്യം ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. എന്താണ് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യും. പിന്നെ നമ്മൾ മെന്റൽ മൂവീസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഒരു ലൈക്ക് ഒരു സിനിമ ചിത്രീകരിച്ച മാതിരി നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ എന്താണോ എഴുതിയത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോഴും നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു, റേഡിയോസ് വന്നു അല്ലെ. റേഡിയോസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസസ് ആണ്. ഓക്കെ, അപ്പം വോയിസസ് വന്നു തുടങ്ങിയപ്പോൾ
നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി എളുപ്പമായി. കാരണം ഇപ്പോൾ ഒരു ആളെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഒരു ടെക്സ്റ്റ് വായിക്കുന്നതിലൂടെ അത്ര മനസ്സിലാവില്ല. പക്ഷെ ഒരു വോയിസ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ആള് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം കിട്ടും. അത് നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മളെ ഒരു ചിന്താശേഷി അവിടെ പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആ ഒരു കാര്യം അവിടെ കുറച്ചൊന്ന് കുറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെയും പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, വോയിസ് മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മളൊരു ഇമാജിനേറ്ററി പവറും പിന്നെ ആ ഒരു വിഷ്വലൈസേഷൻ കൺസെപ്റ്റും അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ടി വി ആൻഡ് കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടി വി ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വോയിസും കിട്ടി, പിന്നെ ആ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടി വിയിലൂടെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രെയിനിന് വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് കണ്ടാൽ മതി. ആ ഒരു ആള് പറയുന്നത് എന്താ വെച്ചാൽ അത് നമ്മൾ എന്ത് കേട്ട് മനസ്സിലാക്കുന്നു, കണ്ട് മനസ്സിലാക്കുന്നു, ആ ഒരു കാര്യം മാത്രം അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തില് എ ഐ വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇരുന്ന് എന്താണ് ഉള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. വേറെ നമ്മളെ ഒരു റീസണിങ് പവർ, തോട്ട് പ്രോസസ്സ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആൻസർ നമ്മളെ കയ്യിലോട്ട് എടുത്ത് വെച്ച് തരും. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യം അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് വന്നിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു എ ഐ അത്രത്തോളം അങ്ങോട്ട് ആയിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല. ലൈക്ക് ഡെവലപ്പ് ആയിട്ടില്ല എന്നല്ല, ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും അപ്കമിങ് ഇയേഴ്സിൽ എല്ലാവരുടെ അടുത്തും എ ഐ എത്തും. അവർക്ക് പിന്നെ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അവരെന്തായാലും ടേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എ ഐ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എ ഐ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് എ ഐ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എ ഐ കോൺസ്റ്റന്റ് ആയിട്ട് ഇത്തരത്തിലൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് ഒരു പോയിന്റ് അടുത്തൊരു പോയിന്റിലേക്ക് പോകണമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ അതിന് പലധികം മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോവാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്കിലോ കാറിലോ പോവാം. ഓക്കെ, തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനി ഒരു ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ടെലിപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു സാധനത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആ ഒരു വേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തും. ഓക്കെ, അപ്പൊ അങ്ങനെയും പോവാം. അപ്പൊ നമ്മൾ ബ്രെയിൻ എപ്പോഴും സെലക്ട് ചെയ്താ ടെലിപ്പോർട്ട് ആയിരിക്കും അല്ലേ. അതായത് നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞ എവല്യൂഷൻ വൈസ് ഒരുപാട് അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദ ഈസിയസ്റ്റ് പാത്ത് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈസിയസ്റ്റ് പാത്ത് ചൂസ് ചെയ്തിട്ടാ നമ്മൾ അറ്റ് ദ ലാസ്റ്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ അധികം തിയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അറ്റ് ദ ലാസ്റ്റ് നമ്മളെ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് എ ഐ റീപ്ലേസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് കൺവീനിയന്റ്ലി എ ഐ യൂസ് ചെയ്യാന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നേ എ ഐ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി. അതായത് നമുക്ക് ഇതിലൂടെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുക അല്ലെ. അപ്പൊ ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇല്യൂഷൻ എഫക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ എന്തോ വലിയ സംഭവമായി, അതായത് നമുക്ക് ഈ ഒരു കാര്യം എന്താ നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു ആൻസർ കിട്ടുകയാണ്. അപ്പം നമ്മളത് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു തോന്നലില് നമ്മൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആ ഒരു ഇല്യൂഷൻ. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം നില്ലായിരിക്കും. 0% അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലൂടെ എന്തോ ഒരു ഇല്യൂഷൻ ഉണ്ടാവുകയാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതിലൂടെ എന്തോ അത് നമ്മൾ എന്തോ ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്യൂഷൻ എഫക്റ്റ് നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമതായിട്ട് സീറോ ഡ്രാഫ്റ്റ് ക്രിയേറ്റിവിറ്റി. അതായത് നമുക്ക് ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തോട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുന്നത്. അപ്പൊ നമ്മളൊരു പ്രോംപ്റ്റ് എയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ചിന്താശേഷി, അതായത് നമ്മളെ ഒരു ക്രിയേറ്റിവിറ്റി തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണ്. അതായത് സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ പണ്ടത്തെ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെർച്ച് റിസൾട്ട് വരും. അപ്പൊ അതിൽ നമ്മൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെയിനിന് ഏറ്റവും അനുയോജ്യമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നും ദ ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്.
പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം കിട്ടുകയാണ്. അപ്പം നമുക്ക് നമ്മളെ ഒരു ചിന്താഗതിക്കോ നമ്മളെ ഒരു കാര്യത്തിനോ നമുക്ക് എന്താ നമ്മൾ തോട്ട് പ്രോസസ്സിനോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുന്നതിലൂടെ നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി തോട്ട് അവിടെ എൻഡ് ഓഫ് ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് അട്രോപ്പി. ക്രിട്ടിക്കൽ തിങ്കിങ് അട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്താശേഷി മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. അതായത് നമ്മൾ ഒരുപാട് കാലം ഒരു കാര്യം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതായത് നമ്മൾ മസിലാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ജിമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു 2-3 വർഷത്തിന് നമ്മൾ ആ ഒരു ജിമ്മിൽ കാര്യങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മളെ മസിലൊക്കെ വീക്കൻ ചെയ്തിട്ട് പഴയ പോലെയാവും. അതുപോലെ തന്നെയാണ് നമ്മളെ ബ്രെയിനും. നമ്മളെ തോട്ട് പ്രോസസ്സ് ചിന്താശേഷി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കാര്യങ്ങളൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. നമ്മളെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് കാര്യങ്ങളിലൊന്നും ഒരു ഉപയോഗവും ഇല്ലാതെ ആയി മാറിപ്പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഷോർട്ട് കട്ട് നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള കഴിവ് നമ്മൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, അപ്പൊ അതും ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. അപ്പൊ നമ്മളെ മുന്നിലുള്ള അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു യൂസ് AI വൈസ്ലി. എങ്ങനെ നമ്മൾക്ക് AI-നെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ AI-നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കോച്ച് മോഡ്, അതായത് കോച്ച് മോഡ് എന്നുള്ള ആ ഒരു മോഡിൽ മാത്രം നമുക്ക് AI-നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രം നമ്മളെ ബ്രെയിനിന്റെ ആ ഒരു കഴിവ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് സപ്പോസ് നമുക്ക് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, അത് അപ്പാടെ കൊണ്ടുപോയിട്ട് AI-ന് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിലെ കോണ്ടെക്സ്റ്റ് എന്താണോ എന്ന് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രെയിനിലൊന്ന് അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം, അറ്റംപ്റ്റ് ടു സോൾവ്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എത്രത്തോളം പറ്റും, അതായത് പകുതി ആണെങ്കിൽ പകുതി വരെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് സോൾവ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത കാര്യമാണ് നമ്മൾ AI-നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 സ്റ്റെപ്പിലും നമ്മൾ AI-നെ തൊട്ടിട്ടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ AI-നെ യൂസ് ചെയ്യാൻ പോകുന്നത്, അതും ഇൻ ദ കോച്ച് മോഡ്. ഓക്കെ, അപ്പൊ കോച്ച് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ AI-നോട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ ഫോം അല്ലെങ്കിൽ ആ ഒരു പകുതി പാർഷ്യലി സോൾവ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് AI-ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ഫുള്ളി അല്ല, അതായത് എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എന്തൊക്കെയാണ് നമുക്ക് AI തരേണ്ടത്, ക്രിട്ടിസൈസ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എടുത്തതിന് ക്രിട്ടിസൈസ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും അതായത് നമ്മൾ ഫിനിഷ് ചെയ്യാതെ പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വിത്തൗട്ട് ഗിവിങ് ദ ഫൈനൽ റിസൾട്ട് എന്ന് നമ്മൾ പ്രത്യേകം അടിയിൽ കൊടുക്കണം. എന്നിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളെ ബ്രെയിനിലെ തോട്ട് പ്രോസസ്സിങ് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നമുക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്, എന്താണ് അതിൽ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ്, എന്താണ് അതിലുള്ള കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ AI-നെ നമ്മൾ എപ്പോഴും കോച്ച് മോഡിൽ ഇടണം. അപ്പൊ നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യും, നമ്മൾ ഇമാജിനേഷൻ പവർ, അതായത് ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഐഡിയാസ്, ഇമാജിനേറ്ററി പവർ, നമ്മളൊരു റീസണിങ് തിങ്കിങ് കാപ്പബിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ വരും അല്ലേ. ഓക്കെ, പക്ഷേ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം നമ്മൾ AI-നെ യൂസ് ചെയ്യുന്നുള്ളൂ, അതും ഇൻ ദ കോച്ച് മോഡ്. നമുക്ക് ഫൈനൽ ആൻസർ അല്ല തരുന്നത്, നമുക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആസ് എ ടീച്ചർ, ഒരു ടീച്ചറിനെ പോലെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു തരികയാണ്. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു റീപ്ലേസിബിലിറ്റി കാര്യങ്ങളൊന്നും ഇതിലൂടെ വരാൻ പോകുന്നില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ AI-നെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ അല്ലാതെ വരുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സപ്പോസ് നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻസ് തരികയാണ്, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് മെയിൻ ആയിട്ട് എന്താ ഒരു കാര്യം ചെയ്യുക, കോച്ച് മോഡിലായിരിക്കില്ല AI-നെ യൂസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ ആൻസർ അപ്പൊ തന്നെ അവൻ കൺസ്യൂം ചെയ്യും. അപ്പൊ അതിന് അവന് എന്ത് ചെയ്യും, അവൻ ആ ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ല, അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും അവൻ പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ പാരന്റ്സോ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവന്റെ ഒരു എന്തായാലും ഫോണ് കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവില്ലേ. അപ്പൊ എന്തായാലും നിങ്ങളൊരു വാച്ചിങ് അവരുടെ ബാക്കിൽ വേണം. കാരണം മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് ഇപ്പോഴും AI-നെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അവെയർ അല്ല. ചിൽഡ്രൻസ് അവരെ പറ്റിക്കുന്നുണ്ട്, ഇത് ഉള്ള ഒരു കാര്യമാണ്. അതായത് അസൈൻമെന്റ്സ് കാര്യങ്ങൾ, ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻലി AI ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള എക്സാമോ കാര്യങ്ങളൊക്കെ AI-ലൂടെ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, ഡയറക്റ്റ് ആൻസർ ഇടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാരന്റ്സ് ഇത് വല്ലതും കാണുകയാണെങ്കിൽ നിങ്ങളും ഒരു ചെക്ക് ബാക്ക് ചെയ്യുക, നിങ്ങളെ കുട്ടികളെ ഒന്ന് വാച്ച് ഓവർ ചെയ്യുക. അവർ ഇത്തരത്തിൽ AI യൂസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന്. എപ്പോഴും AI നിങ്ങൾ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട്
അതിനെ കോച്ച് മോഡിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഓൺ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങളോട് അറ്റ് ദ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുക? പണ്ടത്തെ ഗുരുകുൽ സിസ്റ്റം ആണോ, ടെക്സ്റ്റ് ബുക്ക് മാത്രമുള്ള സിസ്റ്റം ആണോ, അല്ലെങ്കിൽ റേഡിയോ സിസ്റ്റം ആണോ? അങ്ങനത്തെ ഏത് സിസ്റ്റമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓൺ ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് എവല്യൂഷൻ വൈസ് വരുന്ന ഒരുപാടധികം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഓക്കെ, അപ്പോൾ അപ്കമിങ് ഇയേഴ്സിൽ വരുന്ന കുറേ അധികം ചേഞ്ചസ് ആണ് ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അതിനെ യൂസ് ചെയ്യുക, കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ നവനി സൈനിങ് ഓഫ്.